ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നല്ല ഉഴുന്ന് വടയാണ് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന ഉഴുന്ന് വടയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള രീതിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള സാധനം ഉഴുന്ന് വേണം, പച്ചമുളക് വേണം, വെല്ലുള്ളി വേണം, ജീരകം വേണം, കുരുമുളക് വേണം, പിന്നെ കറിവേപ്പില വേണം, പിന്നെ മല്ലിച്ചെപ്പും വേണം. അപ്പം ഇത്ര മാത്രം മതി കേട്ടോ ഇതിന്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത്, ഉഴുന്ന് നല്ലോണം കുതിർത്തി വെക്കുക. വെള്ളത്തിലിട്ട് നല്ലോണം കുതിർത്തി വെച്ചിന് വെള്ളമൊക്കെ കഴുകി ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ മിക്സിയിലോ ആട്ടുകല്ലിലോ ഇട്ടിട്ട് ഗ്രൈൻഡറിലോ ഒക്കെ ഇട്ടിട്ട് അരയ്ക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഗ്രൈൻഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിലിട്ടിട്ട് നന്നായിട്ട് കുറച്ച് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ആട്ടാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, വെല്ലുള്ളി നന്നാക്കി, പച്ചമുളക് നന്നാക്കി, അതൊക്കെ ചെറുതാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് അരിപ്പൊടി നമ്മളിത് അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നന്നാക്കി കഴിഞ്ഞിട്ട് ഈ പച്ചമുളകും ഈ വെല്ലുള്ളിയും ചെറുതാക്കി കുനുകുനാന്നരിഞ്ഞത് നമ്മൾ എന്ത് ചെയ്ത് ഈ ഉഴുന്ന് മാവിക്ക് ഇട്ടു കേട്ടോ, അരക്കുന്നേക്ക് ഇട്ടു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് നന്നായിട്ട് അരയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് അത് ഓഫാക്കിയിട്ട് നമ്മൾ ആ മാവ് ഇങ്ങനെ ഇടുക്കുകയാണ് കേട്ടോ. അതിനെടുത്തു കുറച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇടുക്കുന്നതാണ് കേട്ടോ തീ കാണിക്കുന്നത്. അതിന് ശേഷം അപ്പം തന്നെ ചുടണം കേട്ടോ ഗൈസ്. അതിക്ക് മല്ലിച്ചെപ്പും കറിവേപ്പിലയും കുറച്ച് കായപ്പൊടി ഇട്ടു. പിന്നെ ഉപ്പ് പാകത്തിന് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ജീരകം ഇടുക. അതിന് ശേഷം കുരുമുളക് ഇടുക. ജീരകവും കുരുമുളകും കായപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും മല്ലിച്ചെപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കുക. അതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. നമ്മളെടുത്തത് ഓയിലാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മാവ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്, വട്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ചട്ടുകം വെച്ചിട്ട് ഞാൻ പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ അത് പാളിപ്പോയി. അപ്പോൾ കൈ കൊണ്ട് തന്നെ ലാസ്റ്റ് ഇട്ടിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് അത് കുഴിയാക്കുകയാണ് കേട്ടോ. നടുക്ക് കുഴിയാക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഗൈസ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അതിക്കൊരു ചട്ടണിയും ഒരു കോഫി ചട്ടണി, ഇപ്പോൾ തേങ്ങാ ചട്ടണി ആയാലും കുഴപ്പമില്ല, തക്കാളി ചട്ടണി ആയാലും കുഴപ്പമില്ല, സാമ്പാറായാലും കുഴപ്പമില്ല, ഇതും കൂട്ടി ഒരു പിടുത്തം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചറ്റാ ബൈ ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.